കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ള ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മുള്ളും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാവരുടെയും റിയാക്ഷൻ. റെഡി? ഹായ് ഫ്രണ്ട്സ്, ഡി റോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ, അപ്പം ഇന്ന് ജസ്റ്റ് ഞാൻ ചെറുതായിട്ട് ഞാൻ വലുതായിട്ട് തന്നെ ബോറടിച്ചിരുന്ന സമയത്ത് ഞാൻ ആലോചിച്ചൊരു സംഭവമാണ് നമ്മുടെ ലോകയിലെ ചന്ദ്രനെ ഒന്ന് റീക്രിയേറ്റ് ചെയ്തത്. മീൻസ് ഞാൻ അതേമാതിരി ഒന്ന് മേക്ക് ഓവർ ചെയ്യാൻ പോവാണ്. ആരുമില്ല ഹെൽപ്പ് ചെയ്യാൻ. ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് പറ്റണ രീതിയിൽ ഞാൻ ഒരു മേക്ക് ഓവർ ചെയ്യാൻ പോവാണ് ഗൈസ്. കറക്റ്റ് ഫുള്ള് പക്ക അതേമാതിരി തന്നെ ആക്കാൻ ഞാൻ നോക്കുകയാണ്. ആവുമോ നമുക്കറിയില്ല. അപ്പോൾ ഇപ്പം ഞാൻ മുഖം ഫുൾ ക്ലീനാക്കി വാഷ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഞാൻ ഇവിടെ ഡ്രസ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മറ്റേ ആ പക്ക അതേമാതിരി തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് മറ്റേ നമ്മളെ ജെമിനീൻ്റെ കുറച്ച് ജെമിനീൻ്റെ കുറച്ച് സംഭവങ്ങൾ ഇറങ്ങിയിട്ടില്ലേ, നീലി, ആ ഒരു സംഭവം അതിലുണ്ടാവണ കോസ്റ്റ്യൂം ഉണ്ടല്ലോ, ഞാൻ അതാണ് നോക്കിയത്. മറ്റേ ആ ഓവർകോട്ടൊന്നും എനിക്ക് കിട്ടിയില്ല, അതെനിക്കില്ല ഓവർകോട്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഷർട്ട് ഇവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫസ്റ്റ് മേക്കപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രസ്സ് മാറ്റാം. അമ്മയൊന്നും ഇവിടെ ഇല്ല. അപ്പം ഞാൻ ഇവിടെ അതിൻ്റെ അടുത്ത് അധികം മേക്കപ്പ് സാധനങ്ങളൊന്നുമില്ല, ആകെ കുറച്ചുള്ളൂ. ഫൗണ്ടേഷനൊന്നും ഞാൻ ഇടണില്ല. അതിന് പകരം ഐ ഷാഡോ ഇടണം, ബ്ലഷ് ഇടണം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കാമല്ലേ. ഞാൻ ലോഷൻസ് ഒന്നും തേക്കണില്ല കേട്ടോ. കുറേ ഇതുണ്ട്. എന്താ ഫേസസ് കാനഡ, എന്താ റോസ് ഗോൾഡിൻ്റെ എന്തോ ക്രീമോ, അതൊന്നും നമുക്ക് വേണ്ട. കഴുത്തിലുള്ള മാല നിൻ്റെ അടുത്തില്ലല്ലോ. ഇവിടെ ഫസ്റ്റ് ഐ ഷാഡോ ആണ് എടുത്തേക്കണം ഗൈസ്. അല്ല ഏതായിട്ടുള്ളത് ഞാൻ മറന്നു. തൽക്കാലം നമുക്ക് വേറെ ഏതെങ്കിലും ഇടാം. മേക്കപ്പ് ഇടുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ടോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ പോകും. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ള ഒരു കിന്നാരം മുള്ളും ഫൈൻ. അതിൽ ഗ്ലിറ്റർ ഉണ്ടോയെന്ന് ഞാൻ മറന്നുപോയി ഫ്രണ്ട്സ്. ഉണ്ടോ ഇല്ലേന്ന് എനിക്ക് അറിയില്ല എന്നല്ല, മറന്നുപോയി. അറിയൊക്കെ ചെയ്യാം, പക്ഷെ മറന്നു. ഉണ്ടായിരുന്നോ? അതോ ബ്ലാക്ക് ആണോ? ബ്ലാക്ക് കളറാണോ? കുറച്ച് ബ്ലാക്ക് ഇടാല്ലേ നമുക്ക്. ഞാൻ എന്തോ കൂതറ മേക്കപ്പാണ് ചെയ്യണത്. ലാസ്റ്റ് പാർട്ടിക്ക് പോണ മാതിരിയോ. യാ ഫൈൻ. പക്ഷെ ഇവിടെയൊക്കെ ഗ്ലിറ്റർ ആടിയുണ്ട് ഫ്രണ്ട്സ്. സെറ്റ്. പക്ഷെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല ഗൈസ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ എൻ്റെ ഒരു ഊഹം വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. ഈ മോളെ ആ മറ്റേ ഇതില്ലേ ലോകയിൽ ആ നീലി കണ്ണ് എഴുതിയിട്ടുണ്ടോ? അടിയത്തെ കണ്ണ് ഉണ്ടോ? മുകളിലത്തെ കണ്ണോ? ഐ ഷാഡോ ഏതാണ്? ഇല്ലേ? ഐ ഷാഡോ ഇട്ടിട്ടില്ല ഗൈസ്. ഇട്ടിട്ടുണ്ടേ? അതല്ല, മറ്റേ ആറ്റിറ്റ്യൂഡ് കോട്ടൊക്കെ ഇട്ടിട്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. നമുക്ക് നോക്കുക തന്നെ വേണം. കുഴപ്പമില്ല, നമുക്ക് ടി വിയിൽ നോക്കാം. ടി വിയിൽ ഉണ്ടാവുമല്ലോ. ഐലൈനർ ഇല്ല ഗൈസ്. അടിയത്തെ കണ്ണ് എഴുതിയിട്ടുണ്ട്. ലെൻസ് ഉണ്ട്. ഓ ഡാർക്ക് സത്യം പറഞ്ഞ ഒന്നുമില്ല. അയ്യോ പെട്ടോ. യാ അടിയത്തെ കണ്ണ് എഴുതിയിട്ടുണ്ട്, മുകളിലത്തെ കണ്ണ് എഴുതിയിട്ടുണ്ട്, ലെൻസ് വെച്ചിട്ടുണ്ട്. ദെൻ പിന്നെ എന്തൊക്കെയോ മുഖത്ത് ചെയ്തിട്ടുണ്ട്. തൽക്കാലം നമുക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇനി നമുക്ക് ഐലൈനർ ഇടാം, അതാണ് നല്ലത്. കിളിയേ ഇത്ര ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. തൽക്കാലം നമുക്ക് ഇത്ര എഴുതിയാൽ മതി. മറ്റേ ഓവറായി കഴിഞ്ഞാൽ കൊളാവും.
കൺമഷി. ആ കിളിയേ കിളിയേ മണിമണിമേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളം അഴകിനഴകേ ഉയരങ്ങളിലൂടെ കിളിയേ കിളിയേ മണിമണിമേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളഴകേ. പപ്പേനെ കാണിച്ചു കൊടുത്തിട്ടില്ല, പപ്പേനെ ഇപ്പം കാണിച്ചു കൊടുക്കണില്ല ഗായ്സ്. യാ നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ഇവിടെ നെക്ലേസ് ഒക്കെ ഉള്ളു ഗൈസ്. മാല നമുക്ക് വിടണ്ട അല്ലേ. ഇനി ഗൈസ് ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. ഡ്രസ്സ് മാറ്റിയിട്ട് ആകെ കൊളാവുമോ എന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. അയ്യോ അയ്യോ പോയേ, അയ്യോ ആകെ പോയി ഗൈസ്, ആകെ പോയി ഗൈസ്, പോയി ചളവായി പോയി. ഇത് ശരിക്കും യക്ഷീനമായിട്ട് കാണാൻ, ആ യക്ഷീന കാണാൻ കുറച്ചുകൂടി രസമുണ്ട്. ഈ യക്ഷി ഇത് ഒറിജിനൽ യക്ഷി, ഒറിജിനൽ യക്ഷിയാണ് ഗൈസ്. ഇത് വേണമെങ്കിൽ പേടിപ്പിക്കും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ഇത്രയൊക്കെ ഒരുങ്ങിയതല്ലേ, ഇവിടെ ഒരു സാധനം ഉണ്ട്, അതിടണം. അത് എവിടെയാണ്? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പപ്പാസ് റിയാക്ഷൻ, പപ്പയല്ല ഇവിടുത്തെ എല്ലാവരുടെയും റിയാക്ഷൻ. ഞാൻ നീലിയായിട്ട് മേക്ക് ഓവർ ചെയ്തപ്പം പപ്പേൻ്റെ റിയാക്ഷൻ എന്താ നമുക്ക് നോക്കാം. മിക്കവാറും ഇതെന്താന്ന് ചോദിക്കണ്ടാവുള്ളൂ. ശരിയായോ? അത് ഞാൻ ഇടാൻ പോവാണ്. എന്തായാലും പപ്പേനെ മുന്നിൽ കൂടെ പോണത്, അപ്പൊ അത് കൊള്ളാവും. ഇതിന് ഞാൻ ചെറുതൊരു റെഡ് ലൈറ്റ് ഒക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വിചാരിച്ചിട്ട് ഞാൻ വെറുതെ ഒരുങ്ങിയതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചൊരു മേക്ക് ഓവർ വീഡിയോയും എടുക്കാന്ന് വിചാരിച്ചു. ഇത് ആക്ച്വലി കുറച്ചുകൂടി ഡാർക്ക് കളറ്, മറ്റേ കള്ളി റെഡ് കളർ വരുന്നത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, പക്ഷെ അത് കാണാനില്ല. ഫ്രണ്ട്സ്, കല്യാങ്കാട്ട് നീലി വെർഷൻ ഓഫ് മീ റെഡി. ഞാൻ റെഡ് ലൈറ്റ് ഒക്കെ കൊണ്ടുവന്ന് ജസ്റ്റ് 2 പിക്കും 2 റീലും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ അമ്മേൻ്റെ എക്സ്പ്രഷനും കൂടെ കാണുന്നില്ല ലൈവായിട്ട്. ഞാൻ വിചാരിച്ചു ആകെ കൊളാവുണ്ടാവും എന്ന് വിചാരിച്ചു, പക്ഷെ അത്രയ്ക്ക് വീഡിയോ കോൾ ചെയ്യാം. നല്ലൊരു മുടി ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അതാ മാമി എങ്ങോട്ടാ നടന്നു പോണത്? അപ്പം അമ്മയുടെ എക്സ്പ്രഷൻ ഞാൻ കണ്ടു. ആക്ച്വലി ഞാൻ ക്യാമറ റോളിംഗ് ആക്കാൻ മറന്നുപോയി ഗൈസ്. ഞാൻ വിളിച്ച ഉടനെ തന്നെ റോളിംഗ് ആക്കാൻ മറന്നുപോയി. ഫ്രണ്ട്സ്, അപ്പം ഞാൻ റീലെടുത്ത് കഴിഞ്ഞു. അമ്മ വരാനായിട്ടുണ്ട്, അപ്പം അമ്മേനെ വെയിറ്റ് ചെയ്യാണ്. അപ്പം അമ്മ വന്നിട്ട് ലൈവായിട്ട് ആ എക്സ്പ്രഷൻ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. സോ അമ്മ എത്താനായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ ലെൻസ് ഉണ്ടായിരുന്നെങ്കിൽ പെർഫെക്റ്റ് ആയിരുന്നു. ഈ മൂക്കുത്തിൻ്റെ ഈ സാധനം മുത്ത്, ആക്ച്വലി ഇത് മൂക്കുത്തി അല്ല, അത് വേറെ കാര്യം. ഇത് നമ്മുടെ കമ്മലല്ലാത്ത വളല്ലേ, വളേൻ്റെ മറ്റേ ഒരു ഗുജറാത്തി ടൈപ്പ് വളമുണ്ട്, അതിലുണ്ടാവണ ഒരു റിങ് കുറേ റിങ് വരച്ച സൺ റിങ്ങിൻ്റെ അറ്റത്ത് ഈ മുത്തുണ്ട്. അപ്പം അതിലത്തെ ഒരു റിങ് ഞാൻ പൊട്ടിച്ചെടുത്തതാണ്. 2 മുത്തുണ്ടായിരുന്നു. അപ്പോൾ 2 മുത്ത് വന്നു കഴിഞ്ഞാൽ ആകെ വൃത്തികേടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു മുത്തെടുത്തത്. ഒരു മുത്ത് പോലും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ലായിരുന്നു ഗൈസ്. അമ്മേൻ്റെ ഫോണിൽ നിന്ന് വേണം എഡിറ്റ് ചെയ്യാൻ, അതുകൊണ്ട് അതിനും കൂടെയാണ് വെയിറ്റ് ചെയ്യണത്. പിന്നെ അധികം ഷോട്ടൊന്നും എടുത്തിട്ടില്ല, കുറേ നേരം എടുത്തു, പക്ഷേ വലിയ അധികം ഷോട്ട് എടുത്തിട്ടില്ല. നമുക്ക് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം. പിന്നെ പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട് ഫ്രണ്ട്സ്, എക്സ്പ്രഷൻ ക്യൂൻ 1 അല്ലാതെ എനിക്ക് പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്, മേഘന M Siko എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുക. അതിൽ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് അതിന് വേറെ അക്കൗണ്ടാണ്. അത് എനിക്ക് മാത്രമേ ഇതുവരെ ഉണ്ടായിരുന്നതുള്ളൂ എന്ന് തോന്നുന്നു ഇൻഫ്ലുവൻസേഴ്സിൽ. അപ്പം ഇപ്പം ഞാൻ അതിൽ ആക്റ്റീവാണ്.
മേഘന എം സീക്കോയിൽ മറക്കണ്ട, മേഘന എം സീക്കോ, മേഘനം സീക്കോ എന്നാണ് വായിക്കുക. അമ്മ വന്നു, എക്സ്പ്രഷൻ നോക്കാം. കിട്ടി എന്റെ കമ്മലേന്ന് ഊരിയതായിരിക്കും. അല്ല നോക്കട്ടെ തിരിച്ച് കറക്റ്റ് ശോകമൂകം ഏതാ പാട്ട്? കിളിയൊന്നുണ്ട്. എന്നെ മീന്. ഞാനല്ലോ വെറുതെ ഞാൻ പഠിച്ചോണ്ടിരുന്നപ്പം ഞാൻ ഇങ്ങനെ മറ്റേ ചന്ദ്രൻ പഠിച്ചോണ്ടിരിക്കുമ്പോഴാണ് കണ്ടന്റ് ഇങ്ങനെ ഓർമ്മ വരിക. അപ്പം ചന്ദ്രന്റെ ആ സാധനം എടുത്തു നീലിന്റെ ആ ഒരു കോസ്റ്റ്യൂം ഞാൻ റീക്രിയേറ്റ് ചെയ്ത് നോക്കിയാലോ, മേക്ക് ഓവർ ചെയ്താലോ വിചാരിച്ചു. ഞാൻ അങ്ങനെ വെറുതെ മേക്ക് ഓവർ ചെയ്യണ ഒരു വീഡിയോ എടുക്കുക വിചാരിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ വെറുതെ കൊളാവും വിചാരിച്ചാണ് ചെയ്തത്. പക്ഷെ അത്രയ്ക്കാണ് കൊളായിട്ടില്ല. റീൽ എടുത്തു, ഫോട്ടോ എടുത്തു. ഇല്ല, അമ്മ വന്നിട്ട് എഡിറ്റ്. ഏതാ ഇതോ? ഹെയർ കെയറോ? എനിക്ക് തിക്ക് ഹെയർ ഒന്നുമില്ലല്ലോ. ഡയലോഗ് ഉണ്ട്. അപ്പൊ ആണോ? എന്റെ അമ്മേനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? സ്കിൻ കെയർ പറയോ? സ്കിൻ കെയർ അപ്പൊ എന്റെ അമ്മയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരികയാണ്. ഉച്ചയ്ക്കായപ്പോ പോയതാണ് കേട്ടോ. ഞാനും പോയായിരുന്നു. ഞാനവിടെ നിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പൊ നിക്കേണ്ട ഒരു ആവശ്യമില്ല, അവിടെ വേറെ ആൾക്കാരുണ്ട്. അപ്പം ഞാൻ അമ്മേന്റെ ലൈവ് എക്സ്പ്രഷൻ അറിയാൻ വേണ്ടിട്ടാണ്. ആക്ച്വലി ഞാൻ മറ്റേ വീഡിയോ കോൾ വിളിച്ചപ്പോ ഉണ്ടായിരുന്ന എക്സ്പ്രഷൻ ശരിക്കും കിട്ടിയില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എക്സ്പ്രഷൻ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ക്യാമറയിൽ നോക്കുമ്പോ റോഡിൽ അല്ലേ, പക്ഷെ അതില് കാണില്ല വലിയ എക്സ്പ്രഷൻ ഇല്ല. നേരിട്ട് വന്നപ്പോഴാണ് ഒന്നും കൂടെ എക്സ്പ്രഷൻ ഇട്ടത്. അത് കറക്റ്റ് കിട്ടി. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ വെയിറ്റ് ചെയ്തത്. ഞാൻ വിചാരിച്ചത് കൂരി കളഞ്ഞിട്ടുണ്ടോ? ഇല്ല, അമ്മ ഇവിടെ എത്താനായി പറഞ്ഞു. ഞാൻ ഊരാൻ നിൽക്കുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എത്തി കഴിഞ്ഞ് പിന്നെ ലൈവ് എക്സ്പ്രഷനും കൂടെ എടുത്തിട്ട് ഊരാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. കഴുത്തിന്